ഒരു പുതിയ ദിവസം കൂടി രാവിലെ 6 മണിക്ക് തന്നെ കൃത്യമായി ധാരണയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്നലെ വൈകുന്നേരം തീരുമാനിച്ച പുതിയ ആശയങ്ങൾ കൂടി വെച്ചുകൊണ്ട് രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങളെല്ലാം പുലർച്ചെ മുതൽ ഇവിടെയുണ്ട്. ഇന്നലെ ചെറുതെങ്കിലും ഉയർന്ന് വന്ന ഭക്ഷണമൊക്കെയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രാവിലെ തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിഷയങ്ങളിൽ ഒരു പ്രയാസമൊന്നും ഉണ്ടാകില്ല. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് വന്നിരുന്നൊരു ജനക്കൂട്ടമുണ്ട്. അതിൻ്റെ ഒരു കുറവുണ്ടെന്ന് മാത്രമല്ല, കൃത്യമായി നമ്പർ വെച്ച് അകത്തേക്ക് കടത്തേണ്ട ആളുകളെ നിശ്ചയിച്ചതനുസരിച്ച് അതിനുള്ള ആളുകൾ മാത്രമാണ് ഇന്ന് കടന്നു പോകുന്നത്. ഇന്നലെ മുപ്പൈനാട് വഴി കടന്നു വന്ന ആളുകൾ കണ്ടെത്തിയ ഒരു ബോഡി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ തന്നെ ചെന്ന് വന്ന 17 പേർക്കും പ്രത്യേക സുരക്ഷിതത്വം കൊടുത്ത് രാവിലെ തന്നെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് ആ ബോഡി കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ചാലിയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായൊരു ദിശയിൽ കൂടി നമുക്ക് രക്ഷാപ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു സംഭവമാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. 2 സൈഡിൽ നിന്നും പോയിട്ടുണ്ടെങ്കിലും ഇടയിലൊരു ചെറിയ ഭാഗം കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഫോറസ്റ്റിൻ്റെ കൂടി സഹായത്തോടെ രാവിലെ ഞങ്ങൾ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാർ DFOയും കൂടിയായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായപ്രകാരം കുറച്ചുകൂടി ക്ലൈംബ് ചെയ്യേണ്ടതും ജമ്പ് ചെയ്യേണ്ടതുമായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. ആളുകൾക്ക് നേരിട്ട് സമതലത്തിലെത്താൻ പറ്റില്ല. ആ സ്ഥലത്തിൽ ഫോറസ്റ്റിൻ്റെ കൂടി സഹായത്തോടു കൂടി നമുക്ക് NDRF സംഘത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലൊരു ആലോചന കൂടി ഇന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ വിധത്തിലും അത് മുന്നോട്ട് പോകും. ഇന്ന് ഏറ്റവും സങ്കടകരവും അടിയന്തരമായി നിർവഹിക്കേണ്ടതുമായൊരു പ്രശ്നം അൺക്ലെയിംഡ് ആയിട്ടുള്ള ബോഡികളുടെ ബറിയിങ് ആണ്. നമ്മൾ നേരത്തെ കൽപ്പറ്റയിൽ 5 എണ്ണം മറവ് ചെയ്തു. അത് 2 ഘട്ടങ്ങളിലായി, 2ഉം 3ഉം വീതം. ഇന്നലെ 8 ബോഡികൾ ഒരുമിച്ച് ബറിയിങ് നടത്തി. ഇന്ന് പുത്തുമലയിലെ തന്നെ 64 സെൻട്രലിൽ എടുത്തിട്ടുള്ള ബറിയിങ് ഗ്രൗണ്ടിൽ 158 ബോഡി പാർട്സും 31 ഫുള്ളായിട്ടുള്ള ബോഡിയും, അങ്ങനെ 189 കുഴികൾ കൂടുതലെടുത്ത് അവിടെ ഇന്ന് 3 മണിയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കണം എന്നാണ് കരുതുന്നത്. അപ്പോൾ 31 ഫുള്ളായിട്ടുള്ള ബോഡി അൺക്ലെയിംഡ് ആയത് ആദ്യം സംസ്കരിക്കുകയും തുടർന്ന് ഓരോ അംഗവും പ്രത്യേക, ഓരോ ശരീരഭാഗവും പാർട്സും പ്രത്യേക പെട്ടികളിലാക്കി ഓരോന്നിനും പ്രത്യേകം കുഴിയെടുത്ത് അവിടെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട നമ്പർ ബോഡിക്കകത്ത്, കോഡ് നമ്പർ ബോഡിക്ക് അകത്ത് പെട്ടിക്ക് പുറത്ത് കുഴിച്ചിടുന്ന ബറിയിങ് നടത്തുന്ന ആ കേന്ദ്രത്തിനോട് ചേർന്ന് സ്ഥാപിക്കുന്ന പോസ്റ്റിൽ ഇങ്ങനെ 3 കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച് വളരെ കൃത്യതയോടുകൂടി അത് പൂർത്തീകരിക്കേണ്ടി വരും. 158 31 എന്ന് പറഞ്ഞാൽ 189 പാർട്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മറവ് ചെയ്യണം എന്ന് പറയുമ്പോൾ ചെറിയ സമയമായിരിക്കില്ല അതിന് വേണ്ടി വരിക. ചെറിയ ഓർഗനൈസേഷൻ കപ്പാസിറ്റി മാത്രം പോരാ. പിന്നെ നമ്മളിപ്പോൾ ഉള്ള മേപ്പാടിയിൽ നിന്ന് അങ്ങോട്ട് എടുത്തതിന് ശേഷം ഓരോന്നോരോന്നായി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സാധ്യമാകില്ല. അപ്പോൾ അതിനു വേണ്ടി ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയാണ്. ഒരുമിച്ച് ഇത്രയധികം ബോഡികൾ 3ഓ 4ഓ സെക്ടറിലായി വണ്ടികൾ കയറ്റാനും അവിടുത്തെ ഇന്നലെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സ്ഥലം നിങ്ങൾ കണ്ടു കാണും. അവിടെ ഇന്നലെ 8 ബോഡികൾ വെച്ചപ്പോൾ തന്നെ വളരെ തിക്കായി. അപ്പോൾ ഒരു 10 എണ്ണമാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ സർവമത പ്രാർത്ഥന കൂടി നടക്കണം എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി കൂടുതൽ ഒരേ സമയം കൊണ്ടുവരാൻ പറ്റുമോ എന്നാലോചിക്കുന്നുണ്ട്. കൂടുതൽ ലൈറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് 4 മണി എന്നാണ് ഇന്നലെ ഞങ്ങൾ മന്ത്രിതല ഉപസമിതി ആലോചിച്ചത്. എന്നാൽ 3 മണിക്ക് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാം എന്ന വിധത്തിലാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്നാൽ മാത്രമേ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റൂ. 189 എന്ന നമ്പർ പറയുമ്പോഴും ഇപ്പോഴും ചിലപ്പോൾ ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുന്നത് ആരെയെങ്കിലും ഇനി തിരിച്ചറിയാൻ കഴിയുമെന്ന് വന്നാൽ, ഇന്നലെ ഇപ്പോൾ ബഹുമാനപ്പെട്ട AK ശശീന്ദ്രനും OR കേളുവും P രാജീവും ഒക്കെ കൂടി ഞങ്ങൾ പിരിയുമ്പോൾ 8 എന്നുള്ളത് ഡികമ്പോസായി എന്ന് പറയുന്ന ഒരു ബോഡി കൂടി വന്നു. 9 എണ്ണം വേണ്ടി വരും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. 8 മണിക്ക് ആരംഭിക്കാം എന്ന് കരുതി. പക്ഷേ അതിനിടയിൽ ഒരു ബോഡി തിരിച്ചറിഞ്ഞു. ഒരു അത്ഭുതകരമായ സംഭവമാണത്. അങ്ങനെ ഡീകമ്പോസായി തുടങ്ങിയിട്ടുള്ളൊരു ബോഡി വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. കൃത്യം ഐഡൻറ്റിറ്റി കണ്ടതുകൊണ്ട് നമ്മൾ ആ ബോഡി വിട്ടുകൊടുത്തു. അപ്പോൾ നമ്മൾ ആലോചിച്ചത് ഇന്ന് 3 മണി എന്നൊരു സമയം മാധ്യമങ്ങളിലൂടെ പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ കണ്ടെത്താനുള്ള ആളുകളുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് ഒന്നുകൂടി നോക്കി അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് വിട്ടുകൊടുത്ത് ബാക്കിയുള്ള ഭാഗങ്ങളായിരിക്കും നമ്മൾ ബറിയിങ്ങിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സൂററ്റിൽ നിന്ന് വരും എന്ന് കരുതിയിരുന്ന കടാവർ ഡോഗ്സ് ഡൽഹി വന്ന് ഇങ്ങോട്ടെത്തും എന്ന് കരുതുന്ന
4 കടാവർ ഡോഗ്സ് കൂടി ഇപ്പോൾ വന്നവരുടെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതടക്കം 15 കടാവർ ഡോഗ്സിൻ്റെ കൂടി പിന്നെ സാന്നിധ്യവും അതിൻ്റെ സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്നും ഇങ്ങനെ വരുന്ന സിഗ്നലുകളൊക്കെ ഇപ്പോൾ കേണൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം 2 സ്ഥലത്ത് നോക്കി. അവിടെ പക്ഷേ അതിന് തുല്യമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു, പക്ഷേ അത് ശരീരമായില്ല, മനുഷ്യ ശരീരമായില്ല എന്ന് ഉണ്ട്. പക്ഷേ നമുക്ക് കിട്ടാവുന്ന എല്ലാ സംവിധാനങ്ങളും ഇതിനു വേണ്ടി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്.